പഹൽഗാം ഭീകരാക്രമണത്തിൽ മനം നൊന്ത് കുറെ ആളുകൾ അവിടെയും ഇവിടെയും ഒക്കെ കറങ്ങി നടപ്പുണ്ട്. അതായത് എന്തിനാണ് ഇന്ത്യ അങ്ങോട്ട് കയറി അടിച്ചത്, വേണ്ടിയിരുന്നില്ല എന്ന്. ബാലകൃഷ്ണൻ പറയാനൊന്നുമില്ല, ഞമ്മന്റെ ആളുകളല്ലേ, അവര് ഞരമ്പന്മാരാണല്ലോ പൊതുവെ. അതവര് തന്നെ നമുക്ക് മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുവാണ് ഞങ്ങൾ ഇങ്ങനെയാണ് എന്ന്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ആ ടീംസിനെ സംബന്ധിച്ച്. അപ്പോ പഹൽഗാമില് ഇന്ത്യക്കേറ്റ മുറിവിനെ സംബന്ധിച്ച് വിഷമമില്ലാത്ത, പ്രയാസമില്ലാത്ത, ഒരു വേദനയുമില്ലാത്ത ഒരു വിഭാഗം മലയാളികളെ കൂടി നമുക്ക് കാണാൻ സാധിച്ചു ഈ സാഹചര്യത്തിൽ. അതും നല്ലതിനാണ്. എല്ലാം നല്ലതിനാണ് എന്ന് വിചാരിക്കുന്ന നമുക്ക് ഈ സാഹചര്യത്തിൽ ഇന്ത്യ വിരുദ്ധരായ കുറച്ച് പാകിസ്ഥാൻ പ്രേമികളെ കാണാൻ സാധിച്ചതും നല്ലതിന് തന്നെയാണ്. എന്തായിരുന്നാലും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നല്ല രൂപത്തിൽ മറുപടിയാണ് ഇന്ത്യ നൽകിയത്. 9ഓളം ഭീകര കേന്ദ്രങ്ങളെയും 100-ലധികം ഭീകരരെയും ഇന്ത്യ തവിട് പൊടിയാക്കി. അങ്ങനെ പാക് അധീന കാശ്മീരിലെയും പാകിസ്ഥാൻ പഞ്ചാബിലെയും ഭീകര കേന്ദ്രങ്ങളെയാണ് ഇന്ത്യ തകർത്തത്. ജയ്ഷെ മുഹമ്മദിന്റെ ഭീകര കേന്ദ്രമായ മർക്കസ് സുബ്ഹാനല്ല, ബെഹവൽപൂർ, ലഷ്കർ ഇ തൊയ്ബയുടെ പരിശീലന കേന്ദ്രമായ മുരിദ്ക്ക്, ചാവേറുകൾക്കും ഭീകരർക്കും പ്രത്യേകമായിട്ടുള്ള പരിശീലനം നൽകുന്ന ഹിസ്ബുൽ മുജാഹിദീന്റെ ഭീകര ക്യാമ്പായിട്ടുള്ള കോട്ലി, ലഷ്കർ ഇ തൊയ്ബയുടെ നിയന്ത്രണത്തിലുള്ള മർക്കസ് അഹ്ലെ ഹദീസ് ബർനാല, ജയ്ഷെ ഭീകരരുടെ മർക്കസ് അബ്ബാസ്, ഹിസ്ബുൽ മുജാഹിദീന്റെ മസ്കർ റഹീൽ ഷാഹിദ്, അതുപോലെ ലഷ്കർ ഇ തൊയ്ബയുടെ തന്നെ ഷവായ നല്ല, ഈ ഭീകര കേന്ദ്രങ്ങളെയൊക്കെ ഇന്ത്യ തകർത്തപ്പോൾ ഒരു വിഭാഗം ആളുകൾക്ക് വല്ലാതെ കുരുക്കൾ പൊട്ടിയല്ലോ. അതെന്താ? ഈ ഭീകര കേന്ദ്രങ്ങളെ തകർത്തപ്പോൾ, 100-ലധികം ഭീകരവാദികളെ ഇല്ലാതാക്കിയപ്പോൾ ആർക്കാണ് ഇത്രമാത്രം പ്രയാസമുണ്ടായത്, വേദനയുണ്ടായത്? എന്തായിരുന്നാലും അതിൽ വല്ലാതെ വേദനിച്ച മീനു ഹായ് ഒരാളെ നമുക്കിന്നൊന്ന് പരിചയപ്പെടാം. വല്ലാതെ വേദനിച്ചു പോയി, തുടിക്കുന്ന ഒരു ഹൃദയമുണ്ടായിരുന്നു ആളിന്. ആ ആളെ വേറൊരാള് എടുത്തിട്ട് അലക്കുന്നുമുണ്ട്. നമുക്കതൊന്ന് നോക്കാം. എവിടെ? ഒരു ചേച്ചിയാണ്, ചേട്ടനൊന്നും വിളിക്കാനായിട്ടില്ല. ഓ, ചേച്ചി പറയട്ടെ. ബ്ലൂടൂത്ത് സ്പീക്കർ കണക്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. എന്നാലേ നമുക്ക് സൗണ്ട് കിട്ടത്തുള്ളൂ. ചേച്ചി പറയുന്നത് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട. താത്ത റിയാസ് താത്തായെ വേറൊരു ഇന്ത്യ സ്നേഹി, രാജ്യസ്നേഹി എടുത്തിട്ട് അലക്കുകയും ചെയ്യുന്നുണ്ട്. It's not like I really love this filter. I just love the fact that I can do simple shit like this and trigger straight men, you know? The fact that I have the power to change the chemical reaction of a straight man's brain by doing simple shit like this or by simply existing. How powerful is that? Wow, bro. പറഞ്ഞതിനോട് 100% ഞാൻ യോജിക്കുന്നു. എന്താ ശരിയായിട്ട് പറഞ്ഞേ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. Okay. So since morning, I think I might have received like 400 plus DMs where both men and women telling me to go back to Pakistan. No comments, but the only thing that should be leaving this country at this point of time is your fucking rotted brain. What the hell? ഇവിടെ എന്താണ് പറയുന്നത്? And your Islamophobia, probably because my name is Shriyas Salim and I said no innocent life should be taken. ഇന്നസെന്റ് ലൈഫ്. പഹൽഗാമില് നമ്മുടെ നാട്ടുകാരെ സിവിലിയൻസിനൊക്കെ അറിയിച്ചു കൊന്നിട്ട് ചെന്ന് പാകിസ്ഥാനിൽ ഒളിച്ചിരിക്കുന്ന ആൾക്കാരാണോ ഇന്നസെന്റ് ലൈഫ് ഉള്ളവന്മാരെ? No innocent life should be taken.
ചേച്ചിക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. പാകിസ്ഥാനിൽ അടിച്ചിറക്കിയ ഏതൊക്കെയോ ഒരു ഫേക്ക് ന്യൂസ് പൊക്കി പിടിച്ചുകൊണ്ടാണ് ഇമ്മാതിരി സ്റ്റോറി ഇടുന്നത്. No innocent life should be taken. ഇവൻ മാത്രല്ല, ഇവിടെ മാത്രമല്ല, വേറൊരുത്തി ഉണ്ട്, ഒരു സിനിമാ നടി എങ്ങാണ്ട് ഒരുത്തി, അവൾ ഇതേപോലെ ഇട്ടിരിക്കുന്നു. ഇന്ത്യക്കാർക്ക് ഒരു പ്രശ്നം വന്ന് ഇന്ത്യക്കാർ മരിച്ചപ്പം എവിടെ പോയിരുന്നു ഇതൊക്കെ പറയാൻ. പുള്ളിക്കാരനെ കുറെ ആൾക്കാർ DM-ൽ തെറി വിളിക്കുമ്പോൾ അവിടെ ചെന്ന് നിന്നിട്ട് വർഗീയത പറയാനാണ് പുള്ളിന്റെ പരിപാടി. പുള്ളി മുസ്ലിം ആയതുകൊണ്ടാണ് എല്ലാവരും തെറി വിളിച്ച് കമന്റ് ഇടുന്നത്. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ഇന്നസെന്റ് ലൈഫുള്ള ആൾക്കാരല്ലേ. ഇന്ത്യൻ പട്ടാളം അവിടുത്തെ സ്ഥലത്തേക്ക് അടിച്ചു കൊന്നത് ഇന്നസെന്റ് ആയിട്ടുള്ള മനുഷ്യന്മാരെ അല്ല. നമ്മുടെ നാട്ടിലെ ക്രമസമാധാനം തകർത്ത് നമ്മുടെ നാട്ടുകാരെ കൊന്ന ടെററിസ്റ്റിനെയാണ്. ടെററിസ്റ്റ് നീ വിചാരിക്കുമ്പോൾ ഇങ്ങനെ മുഖത്ത് പൗഡർ ഇട്ട് കയ്യിൽ നെയിൽ പോളിഷ് ഇട്ട് മുടിയൊക്കെ ഇങ്ങനെ കേൾ ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടെടുക്കുന്ന ആൾക്കാരല്ല. ഇന്ന് അവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ അരിക്കുടുക്കയും പറിക്കുടുക്കയും അവർ വെട്ടിയെടുക്കും. ശരിയാണ്, രാജ്യത്ത് യുദ്ധം വന്നു കഴിഞ്ഞാൽ നിരപരാധികളായ കുറെ ജീവന് നമുക്ക് നഷ്ടാവും. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള ക്രമസമാധാനം തകർത്ത ആൾക്കാരെ മനുഷ്യജീവനാണെന്നും പറഞ്ഞ് മാലയിട്ട് സ്വീകരിക്കണമെന്നാണോ ചേച്ചി പറയുന്നത്? എന്തോരം വിഷമാണ് മനസ്സിനകത്തുള്ളതില്ലേ. ഇന്ത്യക്കാർ മരിച്ചപ്പം ഇവരെ കാണാനുണ്ടോ? ഇവിടെയായിരുന്നു ഇവരൊക്കെ. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് 3 ലക്ഷത്തിന് പുറത്ത് ഫോളോവേഴ്സ്. സ്വന്തം രാജ്യത്തിന്റെ അടുത്ത് കൂറ് കാണിക്കും. കൊന്നത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ അല്ല, 100ഓളം തീവ്രവാദികളെയാണ്. ഇന്നസെന്റ് ലൈഫ് ഇവരെയൊക്കെ ബിഗ് ബോസിൽ എടുത്തലടാ. No innocent life should be taken. It's not like I really love. ഇതുപോലെയുള്ള രാജ്യവിരുദ്ധരെ പിന്തുണയ്ക്കാനും പണം നൽകാനും സഹായിക്കാനും അവർക്ക് വേണ്ടി ഇരവാദം ഉന്നയിക്കാനും കേരളത്തിൽ ധാരാളം ആളുകൾ ഉണ്ടാകും എല്ലാ കാലഘട്ടത്തിലും. ഇന്നലെ നിങ്ങൾ വേറൊരു കാര്യം കണ്ടിരുന്നോ? ഒരു വിസ്ഡമിന്റെ, അതായത് നമ്മുടെ ബാലുവണ്ണന്റെ ഒരു പ്രോഗ്രാം പെരിന്തൽമണ്ണയിൽ നടക്കുകയാണ്. പെരിന്തൽമണ്ണ നമുക്കറിയാം ഏതാണ്ട് ഒരു മെഡിക്കൽ സിറ്റി എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. കാരണം ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലുകളുള്ള മലപ്പുറം ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട പ്രദേശം തന്നെയാണ് പെരിന്തൽമണ്ണ. ഈ പെരിന്തൽമണ്ണയില് 10 മണിക്ക് സ്വാഭാവികമായിട്ടും ഹൈക്കോടതിയുടെ വിധി ഉള്ളതാണ് ലൗഡ് സ്പീക്കർ ഉപയോഗിക്കരുത് എന്നുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, ഒരു ഗംഗ അല്ലെ, അതൊരു ഗീതോ അങ്ങനെ കണ്ടാണ് ആ കുട്ടിയുടെ പേര്. വയലിൻ വായിച്ച് 10 മണി കഴിഞ്ഞപ്പോഴത്തേക്കിന് പോലീസ് വന്ന് ഓഫ് ചെയ്തത്. അതും ഇദ്ദേഹം തന്നെ അല്ല, ഇദ്ദേഹം വേടന്റെ വിഷയത്തിലാണ് പിന്നീട് ഇടപെട്ടിരിക്കുന്നത്. അപ്പോ പിന്നെ ഒരു സുമേഷ് സുധാകരൻ എന്നാണെന്ന് തോന്നുന്നു SHOയുടെ പേര് പോലീസുകാരന്റെ. അപ്പോ ഇവര് 10 മണി കഴിഞ്ഞു, 10:10 10:15 എന്നിട്ടും മൈക്ക് ഓഫ് ചെയ്യുന്നില്ല. അങ്ങനെ ഇദ്ദേഹം വന്നിട്ട് മൈക്ക് ഓഫ് ചെയ്യാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടും ഇവർ 2 മണിക്കൂറോളം ഉപയോഗിച്ചു എന്ന് അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോ അവിടെ നിന്ന് ഒരുത്തൻ യൂട്യൂബറാണ്, അയാൾ ചിരിക്കടാന്ന് പോലീസുകാരനോട്. അപ്പോ ഈ തീവ്രവാദ സംഘടന മുജാഹിദ് വലശ്ശേരിയുടെ ടീമാ, ആ സംഘടനയുടെ പിൻബലം ഉള്ളതു കൊണ്ടല്ലേ ഇവൻ ചിരിക്കടാ എന്ന് പറഞ്ഞത്. സ്വാഭാവികമായും നിയമം തെറ്റിക്കുന്ന ഒരു സദസ്സിലേക്ക് വരുന്ന പോലീസുകാരൻ ലിപ്സ്റ്റിക്കും ഇട്ട് പുട്ടിയും ഇട്ട് ചിരിച്ചു മറിഞ്ഞു വരില്ല. അതിൻ്റെതായിട്ടുള്ള ഗൗരവത്തോടുകൂടി തന്നെ നിയമം പാലിക്കാൻ തന്നെയായിരിക്കും അവിടേക്ക് വരുന്നത്. അങ്ങനെ വന്നപ്പോ ചിരിക്കടാന്ന് പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹം കുറച്ചുകൂടെ പുറകോട്ട് മറിഞ്ഞിട്ട് ചിരിക്കണോ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ഉടനെ അതെടുത്തിട്ട് വിസ്ലംകാരെ കളിയാക്കിയതാണ് എന്ന് പറഞ്ഞിട്ട് ഇവര് കെങ്കേമമായിട്ട് കൊട്ടിക്കുഴിച്ചത്. എന്തോ അടേ ഇതൊക്കെ. ഉടനെ അതിനെ ഏറ്റുപിടിച്ചിട്ട് ഷാഫി പറമ്പിലിനെ പോലെയുള്ള ആളുകൾ പോലീസിനെ തെറി പറയാൻ. ഏറ്റവും ഒടുവിൽ ഇവരുടെയൊക്കെ പോസ്റ്റുകൾക്ക് താഴെ പോലീസിന്റെ തലയെടുക്കണം എന്ന രൂപത്തിൽ, ഇനി അവനെ അവിടെ വെച്ചോണ്ടിരിക്കരുത് എന്നുള്ള രൂപത്തിൽ വരെ കമന്റുകൾ വരാൻ തുടങ്ങി. ഇതെന്താ വെള്ളരിക്ക പട്ടണമോ? ഹമാസ് അടപടലം കേരളത്തെ വിഴുങ്ങി എന്നതിന് ഇതിൽ പരം ഒരു ഉദാഹരണം നമുക്ക് ആവശ്യമില്ല. പിന്നീട് ആ പോലീസുകാരൻ തന്നെ വന്ന് അദ്ദേഹത്തിന്റെ നിരപരാധിത്വം ഏറ്റുപറയുന്ന വീഡിയോ ഉണ്ട്. എന്തു ഗതികേടാണെന്നേ നമ്മുടെ കേരളക്കരയിൽ. ഇവിടെ നിയമം പാലിക്കാനുള്ളതാണ്. അതേപോലും യോഗിയുടെ നാട്ടിലായിരുന്നു ഇവര് അഭ്യാസം കാണിച്ചിരുന്നതെങ്കിൽ പിറ്റേ ദിവസം വണ്ടി മറിയുകയോ അതല്ലെങ്കിൽ എൻകൗണ്ടറിലൂടെയോ അല്ലെങ്കിൽ ഇവന് ശ്വാസം മുട്ട് കൂടിയോ അതുമല്ലെങ്കിൽ മരുന്നു മാറി കുത്തിവെച്ചോ അല്ലെങ്കിൽ ഇവൻ തന്നെ അയ്യോ ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് മനസ്സിലാക്കി ജീവൻ ഒടുക്കുകയോ ഒക്കെ ചെയ്യുന്ന വാർത്തകളായിരിക്കുമായിരുന്നു നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് യോഗിയുടെ നിയമമാണ് നമ്മുടെ നാട്ടിൽ വേണ്ടത് എന്ന് നമ്മൾ ഒറ്റ വാക്കിൽ പറയുന്നത്. അതുകൊണ്ടാണ് ഈ തീവ്ര ജിഹാദികൾ ഇപ്പൊ കണ്ടില്ലേ, റിയാസ് സലീം എന്നാണ് പേര് എന്നതുള്ളത് കൊണ്ടാണ് ഇസ്ലാമോഫോബിയ ആള് അനുഭവിക്കുന്നത്. ഇവനെയൊക്കെ എന്തിനാണെന്നേ ഈ നാട്ടിൽ
ഇവനെയൊക്കെ എന്തിനാണ് ഈ നാട്ടില് 29 നിരപരാധികളായ വിനോദസഞ്ചാരികളെ കൊന്നൊടുക്കിയപ്പോഴില്ലാത്ത വേദന ഓപ്പറേഷൻ സിന്ദൂറിലൂടെ 9 ഭീകരവാദ കേന്ദ്രങ്ങൾ തകർത്തപ്പോൾ ഇവനൊക്കെ ഉണ്ടായെങ്കിൽ ഇവന്റെയൊക്കെ മാതൃരാജ്യത്തോടുള്ള സ്നേഹവും പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ ഭീകരവാദ രാജ്യത്തോടുള്ള പ്രേമവും എത്രമാത്രമാണെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇന്ത്യ വിരുദ്ധതകൾ ഇവന്റെയൊക്കെ സിരകളിൽ ഓടിക്കളിക്കുക. നമ്മൾ വിചാരിക്കുന്ന അത്ര വേഗത്തിലൊന്നും അത് മാറത്തില്ല.